സോ ഇന്ന് എൻ്റെ കോളേജിലെ ഈ സെമ്മിൻ്റെ ലാസ്റ്റ് ഡേ അല്ല, നാളെയും കൂടെ ഉണ്ട്. പക്ഷെ ഇന്നലെ അറ്റൻഡൻസ് ക്ലോസ് ചെയ്തു. ഇന്നും ക്ലാസ് നടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പോയില്ല. അതൊക്കെ പോട്ടെ. കാരണം ക്ലാസ്സിൽ കുറച്ച് മോഡ്യൂൾസിൻ്റെ പഠിപ്പിച്ചെടുക്കാനുണ്ട്. പോയിരുന്നിട്ടും കാര്യമില്ല, ഞാൻ പോയി ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുകയാണ് വേറെ കാര്യം. ഇന്ന് കോളേജിൽ നവരാത്രിയോടനുബന്ധിച്ച് ഒരു ഫെസ്റ്റിവൽ പോലെ നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ശരിക്കും പ്രോഗ്രാം 4 മണിക്കാ. അപ്പം 3 മണിയൊക്കെ ആകുമ്പം ചെല്ലുന്ന രീതിയിൽ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫോട്ടോസും റീലും ഒക്കെ എടുക്കാമല്ലോ. അതുകൊണ്ട് ഇന്നപ്പം ഈ സെമ്മിന് ലാസ്റ്റ് ഡേ ആണ് കോളേജിലെ. അപ്പം ഞാൻ പോയി ഒരുങ്ങട്ടെ. ഇപ്പോൾ ഓൾറെഡി ലൈറ്റായി, സ്വാഭാവികം. എനിക്ക് ഒരു 1:30 ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്. ഇപ്പം 12:15. അപ്പം എനിക്ക് വീഡിയോ കൂടി പിടിക്കാനുള്ളതുകൊണ്ട് സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടുന്ന് ഡ്രസ്സിലേക്ക് ഒരു ട്രാൻസിഷൻ കൊടുക്കാം. ഓക്കെ, 1 2 3. അത് വേണ്ട. ചാടണോ? ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഇതാണ് ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇന്ന് അനിയത്തിക്ക് സ്കൂളിൽ കലോത്സവത്തിന്റെ കോമ്പറ്റീഷൻ നടക്കുക. എനിക്ക് കാണാൻ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഈ പ്രോഗ്രാമിന് പോകണമെന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഈ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ഞാൻ മര്യാദയ്ക്ക് ഒരു പ്രോഗ്രാമിനും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഇത്രയും ദൂരത്തെ ക്ലാസ്സും പോയി വരുന്നുണ്ട് തന്നെ. അതുകൊണ്ട് പിന്നെന്തുവാ, അപ്പം അതുകൊണ്ടൊക്കെ ഇതിപ്പോൾ സ്കൂൾ കലോത്സവം അല്ലേ, വലിയ സീനില്ലല്ലോ. അതുകൊണ്ടാണ് ശരിക്കും എന്നാലും എന്താണ്ടൊക്കെ പോകും. ഡാൻസ് കളിക്കുന്ന കാണാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രോഗ്രാം ഉള്ള ദിവസം മുഖത്ത് മുഴുവൻ പുതുവായിരിക്കും. എപ്പോഴും ഇതുപോലെ തന്നെ. സൺസ്ക്രീൻ ഇമ്പോർട്ടൻറ്റ്. സൺസ്ക്രീൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ഇടേണ്ടത്. ശരിക്കും എനിക്ക് നാളെ MG യൂണിവേഴ്സിറ്റിയിലേക്കുള്ളൊരു ഓഡീഷൻ ഉണ്ട് കുച്ചിപ്പുടിയുടെ. അത് എന്താ കിട്ടുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റിൽ ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓഡീഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തലേദിവസം ഞാൻ ഒന്നിനും പോകില്ല വീട്ടിൽ. അതായത് പണ്ട് ഞാനാണെങ്കിൽ നാളത്തെ പ്രോഗ്രാമിന് ടെൻഷൻ ഓർത്തിട്ട് തലേദിവസം ഇന്ന് എവിടെയും പോകാതെ വീട്ടിൽ ഇരിക്കും. എന്തെങ്കിലും ക്ഷീണമാവും, പിറ്റേ ദിവസം നാളെ കളിക്കേണ്ടതല്ലേ, പോയി ഓഡീഷന് കളിക്കേണ്ടതല്ലേ. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ വീട്ടിലിരിക്കും, എങ്ങോട്ടും പോകാതെ. തലേദിവസം വീട്ടിൽ ഇരുന്നിട്ട് ചുമ്മാ വീട്ടിൽ വെറുതെ ഇരിക്കും. വേറെ പണിയൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്യാനൊന്നുമല്ല, വെറുതെ ഇരിക്കും. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഓർത്തു അങ്ങനെ വെറുതെ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ, ചുമ്മാ എന്തുവാ ഈ പ്രോഗ്രാം ഞാൻ മിസ് ചെയ്യും. ശരിക്കും ഞാനില്ലേ ഇപ്പം പണ്ടത്തേക്കാൾ നന്നായിട്ട് പണ്ടത്തേക്കാൾ നന്നായിട്ട് ഞാനിപ്പം മേക്കപ്പ് ഇടാൻ പഠിച്ചു. അതായത് ഞാൻ പഠിച്ചതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഞാൻ പണ്ടത്തേക്കാൾ നന്നായിട്ട് മേക്കപ്പ് ഇടാൻ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പാടി മേക്കപ്പ് അടിക്കുന്നത്, മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ സെക്കൻഡ് ഇയർ ഒക്കെ ആയി കോളേജിൽ നിന്ന്. അതായത് എനിക്ക് +1 +2 പോയത് പോലും ഓർമ്മ. എനിക്ക് ആ ഒത്തിരി വർഷം ഞാൻ പഠിച്ചത് 5, 6, 7 8 പഠിച്ചു കുറച്ച് നാളും. പിന്നെ 9, 10 ആ കോവിഡ് സമയം വന്നുകൊണ്ട് ഞാൻ ടൈം പോയത് പോലും അറിഞ്ഞില്ല. എന്തുവാ സംഭവിച്ചേ? ഇപ്പൊ ഞാൻ സെക്കൻഡ് ഇയർ കോളേജിൽ. Nobody see me. Nobody see me. Nobody see me, nobody know. Waiting I dey go through, nobody show. I dey suffer, I dey smile, but inside me I dey cry. Oh no, nobody see me, but you see. My heart's my pain, my destiny. You know it's in I need. Bless me, make my life. സമയം എത്രയായി? ഇനി ഒരു 30 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ട്രെയിനിടെ എത്തും. Waiting I dey carry them, no. My dreams, my fears, my hopes hide, but them don't see what to make me. Nobody see me, but you see. My heart's my pain, my destiny. ഇനി കമ്മലും കൂടി ഇട്ടാ എല്ലാം കഴിയും. എൻ്റെ കൈയുടെ പോലെ എനിക്ക് ഏത് കമ്മലിട്ടണമെന്ന് അറിഞ്ഞുകൂടാ. ഇതിന് ചേരുന്നത്
My dreams, my ഈ ഒരു fears, മാലയുടെ ഇതുള്ള എന്തെങ്കിലും കമ്മലുണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ല. ഒരെണ്ണം ഉണ്ട്, അത് ഭയങ്കര വലുതാ, ഓവറാവുമെന്ന് എനിക്ക് ഡൗട്ട്. heart's my big man. മാത്രല്ല ഇവിടെ ഈ മേക്കാത് ഉള്ളതുകൊണ്ട് അത്രയും വലുതിട്ട് കഴിഞ്ഞാൽ കാണൂല. Life easy. Sometimes I feel പച്ച ഇട്ടാൽ, പച്ച ഇട്ടാലോ? love no go. വെയിറ്റ്, കൊള്ളൂല, പച്ച കൊള്ളൂല. എനിക്ക് ഒറ്റ കമ്മലില്ല, അല്ലെങ്കിൽ ഇതിടണം, ഈ ബ്ലാക്ക്. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. ഇത് വലിയ കുഴപ്പമില്ലല്ലേ, എങ്കിൽ ഇതിടാം. യാ, സോ ഞാൻ റെഡിയായി. എനിക്ക് കമ്മൽ ഒഴികെ ബാക്കിയെല്ലാം ഇഷ്ടമായി. പൊട്ട് തൊടണോ? മുടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ അഴിച്ചിടാം. ഇവിടുന്ന് വേണമെങ്കിൽ ഞാൻ ഒന്ന് കെട്ടിക്കൊണ്ട് പോവാം. കാരണം ഇനി കെട്ടി വെക്കുന്നതാണ് നല്ലത്. കെട്ടി വെക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു അല്ലേ? കെട്ടി വെക്കുക, അഴിച്ചിടുന്നത്. താടില്ലേ ഇങ്ങനെ മുടി കാണുന്ന ഡ്രസ്സുണ്ട്. കുറച്ച് മുടി വെട്ടിയത് കോളേജിനവിടെ ചെന്ന് കഴിയുമ്പം ഈ മുടിയിലുണ്ട് ഞാൻ ഇതിനെ പട്ടി വെള്ളം കുടിക്കൂല. അല്ല, പട്ടി വെള്ളം കുടിക്കില്ല, പട്ടി കഞ്ഞി കുടിക്കില്ല, അങ്ങനെയാണ്. എന്തോ കാണാൻ കൊള്ളൂല. അതായത് ഇതിങ്ങനെ ഒരുമാതിരി പറ്റി പിടിച്ചിരിക്കും. ബട്ട് ഇപ്പം നല്ല രസമുണ്ട്. ഇങ്ങനെ വിട്ട സീനായിരിക്കും അല്ലേ? ശേ, ഇനി കോട്ടും കൂടി ഇടണം. കാരണം യുനോ ട്രെയിനാണ് പോകുന്നത്. സോ സേഫ്റ്റി ഫസ്റ്റ്. സോറി, ഞാൻ നെയിൽ പോളിഷ് ഇടാൻ മറന്നുപോയി. കൈ ഇങ്ങനത്തെ കോലത്തിരിക്കും, ഇത് വെച്ചിട്ട് എങ്ങനെയാ പോകുന്നത്? സോ ഞാൻ വേഗം നെയിൽ പോളിഷ് ഇടുമ്പോൾ ട്രെയിൻ പോകും മിക്കവാറും. ഇവിടുന്ന് ഓടേണ്ടി വരും. ഡ്രസ് ഇട്ടിട്ട് ഓടുന്ന ആലോചിച്ച് നോക്കി. അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാം ഒളിച്ചിട്ട് താഴെ വരെ എത്തും. മേക്കപ്പ് നമുക്ക് അവിടെ ചെല്ലുമ്പം ഈ മറ്റേ പ്രകൃതപ്പാലൊക്കെ ഇവിടെ കരിയൊക്കെ പിടിച്ചിട്ടിരിക്കും, നമുക്ക് ഉറപ്പാം. ഓക്കെ, അയ്യോ ഈ വരലിട്ടില്ല. എന്താ പേനാമശിയൊക്കെ നേടില്. എന്നറിയോ, ഈ ലാസ്റ്റ് വീക്കിൽ ഇന്ന് അസൈൻമെന്റ് എഴുതി മനുഷ്യനെ കൊല്ലാക്കൊല എത്തിക്കുമായിരുന്നു. അയ്യോ, എഴുതി ചത്തു മനുഷ്യൻ. സോ റെയിൽവേ കാറ്റ് അടച്ചിട്ടേക്കുക. അപ്പൊ എനിക്ക് അവിടെ പോയി നിൽക്കാൻ മടിയാ. അതുകൊണ്ട് ഞാനിവിടെ വഴി നിൽക്കും. എന്നിട്ട് വണ്ടി എടുത്തു തുടങ്ങുമ്പോൾ ഞാൻ പതുക്കെ നടക്കും. വണ്ടി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഗേറ്റ് തുറന്ന് കാണും, എങ്കിൽ നമുക്ക് നടക്കാം. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് എസ്തെറ്റിക് ഉള്ള സ്ഥലത്തിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒന്നാന്തരം നല്ല രസമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഇത് ഒന്നുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പൊളിച്ചേക്കുന്നേ. ഇനി എത്ര നാൾ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഡിഗ്രി അവിടുന്ന് പാസ്സാവുന്നതിന് മുമ്പ് തന്നെ ഇത് പണി കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം, ട്രെയിനിൽ കയറി കഴിയുമ്പം ഒരൊറ്റ വീഡിയോ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാൻ നാണൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. കുറച്ച് മാറുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അത് നേരെ ടു മെട്രോ ആയിരിക്കും. അയ്യോ, എനിക്ക് ആവി എടുക്കുന്നേ. ഇതെല്ലാം കൊടുക്കുന്നത് മഴയെന്ന് വിചാരിച്ചിട്ടുണ്ടോന്നതാ. വെയിറ്റ്, കൊട എടുത്തോ? ഉണ്ട്. അയ്യോ മടുത്ത്. ഞാൻ റീലൊക്കെ പിടിക്കണമെന്ന് വിചാരിച്ച ഒന്നും നടന്നില്ല. കാരണം ലേറ്റ് ആയതുകൊണ്ട് നടന്നില്ല. ഇപ്പൊ പിടിച്ചാലോന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഈ സ്ഥലം നൈസാണ്. പിടിക്കണോ? നോക്കട്ടെ. റീല് പിടിക്കണ്ടായിരുന്നു. വേർത്ത് കുളമായി. മീ ഡൂയിങ് മണ്ടത്തരം പാർട്ട് 1. ഈ ചെടിയില്ലേ ശരിക്കും തൊട്ടാ ചൊറയും. തീവണ്ടി വരുന്നു, വെള്ളം മറികടിക്കരുത്. ടിങ് 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 ടിങ്. അപ്രോച്ചിങ്, ഡോണ്ട് ക്രോസ് ദ ട്രാക്ക്. തീവണ്ടി വരുന്നു, വെള്ളം മറികടക്കരുത്.
ടിങ് 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 ട്രെയിൻ വരുന്നുണ്ട്. അയ്യോ എനിക്ക് പേടിയാണ്, കാരണം ലേഡീസ് ഇവിടെ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ മിക്സിലേക്ക് കയറിയിട്ട് ലേഡീസിലേക്ക് നടക്കേണ്ടി വരും. ചെളി ആണ്ടില്ല കൂടെ നടക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാല് മുഴുവൻ കുഴിഞ്ഞു പോവുക ചെളിക്കകത്തോട്ട്. ഉണ്ടോ? ഞാനിപ്പോൾ ഒരു പൊക്കത്താണ് ഇപ്പോൾ കയറി നിൽക്കുന്നത്. ഒരു തീരുമാനമായി. സാധാരണ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അവിടെ എത്തുന്ന അറിയത്തില്ല. ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റായി എവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അത് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ വന്നില്ല. അവൾ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പം ഞാൻ കോളേജിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ക്ലാസ്സിൽ കയറി ഇരിക്കാം, പക്ഷേ എനിക്ക് നാണോ ക്ലാസ്സിൽ കയറാൻ. ഞാൻ ഒറ്റയ്ക്ക് പോയി കയറണ്ടേ. അതായത് ആരിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഇനി അവിടേക്ക് കയറണ്ടേ. മിസ് എന്താ ഇന്നിപ്പോൾ ഇത്ര ലേറ്റായിട്ട് വന്നേ, പ്രോഗ്രാമിൻ്റെ മാത്രം എന്തിനാ ക്ലാസ്സിൽ വന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഓവർ തിങ്ക് ചെയ്യുകയാണ്, എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് എനിക്ക് വയ്യ പോവാൻ. അപ്പം ഞാൻ കോളേജിൽ എത്തിയിട്ട് കുറച്ച് നേരമായി. എനിക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും കുറച്ചുപേർ വന്നില്ലായിരുന്നു. എനിക്ക് ലൈബ്രറിയിൽ പോയിട്ട് ബയോമെട്രിക് എൻട്രി എന്തോ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ഒരുങ്ങുകയൊക്കെ ചെയ്തു. ഇവിടെയൊക്കെ ഒരുങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഒരുങ്ങി എല്ലാം വേർഡ് ഓഫ് എടുക്കുകയാണ്. ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. Nobody see me. പ്രോഗ്രാം ഇതായിട്ട് തുടങ്ങിയിട്ടില്ല, 4 തൊട്ടെന്നാ പറഞ്ഞത്. പക്ഷെ സ്റ്റിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒന്നുമില്ല ഇവിടെ, ലൈറ്റും ഇല്ല, ഒരു മാങ്ങാണ്ടിയില്ല. ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ അത് രാത്രി ആകുമ്പോൾ ഇവർ ഇടത്തുള്ളൂ. സോ വേറെ ഡെക്കറേഷൻ ഒന്നുമില്ല. ഞങ്ങള് പോണോ വേണ്ടയോന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അത് 7 മണി ഇരുന്ന് കഴിഞ്ഞാൽ ഇരുട്ടത്തില്ല. അപ്പൊ എങ്ങനെ പോകും? എനിക്ക് ട്രെയിനിന് പോണം. വേണ്ട പോണ്ടാന്നോ? ഞാൻ പോവാ. ഈ വീഡിയോയിൽ ഇനി പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ എനിക്കില്ല, കാരണം പ്രോഗ്രാം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പൊ 7 മണി വരെ നിന്നാലേ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അവിടുന്ന് പിടിച്ചോ? അവിടുന്ന് പിടി. അപ്പൊ ഞാനാണെങ്കിൽ പോവാ. ഇവരോട് വെയിറ്റ് ചെയ്യാ അല്ലെ? ഇവര് രണ്ടുപേരും നിക്കുവാ. എനിക്ക് ദൂരെ വരെ പോകാനുള്ളതുകൊണ്ടാ. എനിക്ക് നിക്കണുണ്ട്, പക്ഷെ തിരിച്ച് പോകാൻ എങ്ങനെ പോകും? രാത്രി ആവത്തില്ലേ, ഇനി ഒത്തിരി ലേറ്റ് ആവും. സോ ഇവിടെ ഒന്നും കാണിക്കാനില്ല. തിരിച്ചു വന്നാ കാണിക്കാം, വേറൊന്നുമില്ല. Nobody see me, nobody know. Waiting and they go through, nobody show. I did suffer, I did smile, but inside me I did cry. Don't know why. See, my heart's my destiny. You know it's in me. Bless me, make my life easy.